എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസണിലെ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രത്തെ ജയിലിലടച്ചും വേദയെ നാട് വിട്ട് പോയതിനു ശേഷം ശ്രീകാന്താണ് എല്ലാ സർവ്വ സ്വത്തുക്കളും കൈവശം വെച്ച് അനുഭവിക്കുന്നത്. വേദയ്ക്ക് അവകാശപ്പെട്ട കമ്പനിയും മറ്റ് സ്വത്തുവകകളും ശ്രീകാന്ത് സ്വന്തം പേരിലാക്കുകയും മറ്റ് പല അനധികൃത മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കിയും രാഷ്ട്രീയത്തിലോട്ട് ചുവടുറപ്പിക്കാനുള്ള ലക്ഷ്യത്തിലൊക്കെയാണ്. ഇനി ശ്രീകാന്തിൻ്റെ മുന്നിലുള്ള ഏക തടസ്സമെന്ന് പറയുന്നത് ശങ്കരനാരായണനാണ്. വേദയുടെ അച്ഛനാണ്. വിക്രത്തിനെ ജയിലിലിറക്കാൻ വേണ്ടി ശങ്കരനാരായണൻ മുന്നിട്ടിറങ്ങുമെന്നും അതിനുവേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കുമെന്നും അറിയാവുന്ന ശ്രീകാന്ത് എങ്ങനെയും ശങ്കരനെ അതിന് തടയണമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. രാത്രി ശങ്കരനാരായണന് കഴിക്കാനുള്ള മരുന്നും വെള്ളമൊക്കെ ആയിട്ട് റൂമിലോട്ട് പത്മം വരുന്ന സമയത്ത് ശ്രീകാന്ത് മനസ്സിലാലോചിക്കും, അതിനകത്ത് കുറച്ച് ഹെവി ഡോസുള്ള ഓർക്ക ഗുളിക കൊടുത്ത് അവിടെ കിടത്താമെന്നാണ് ശ്രീകാന്ത് മനസ്സിലാലോചിക്കുന്നത്. ആ സമയത്ത് പത്മത്തോട് പറയും, അമ്മ എനിക്ക് ഫുഡ് എടുത്ത് തരുമോ എന്ന് ചോദിക്കും. ഞാൻ എടുക്കാം, അച്ഛനുള്ള മരുന്ന് കൊടുക്കാൻ പോകാമെന്ന് പറയും. ഫുഡ് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് വയറ് വിശക്കുന്നെന്ന് പറയും. അങ്ങനെ ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ മുകളിൽ ഗ്ലാസും വെള്ളവും വെച്ചിട്ട് ശ്രീകാന്തിനുള്ള ഭക്ഷണം വിളമ്പി വെക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് ഡോസ് കൂടിയ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് അതിനകത്തിട്ട് കലക്കി വെക്കുന്നുണ്ട്. അതാണ് പത്മം വന്ന് ശങ്കരനെ എടുത്ത് കൊടുക്കുന്നത്. മരുന്ന് കഴിച്ച് നല്ല രീതിയിൽ ഉറങ്ങുകയാണ്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ശ്രീകാന്തിൻ്റെ മനസ്സ് നിറയെ ഇനി ഒരിക്കലും അച്ഛൻ എഴുന്നേക്കത്തില്ലല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുകയാണ്. അങ്ങനെ രാവിലെ പത്മം വന്ന് അച്ഛനെ വിളിക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കത്തില്ല. ശ്രീകാന്തെ മോനെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് കരുതും ഇനി കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു പക്ഷാഘാതം സംഭവിച്ചൊരവസ്ഥയിലാണ്. ഏകദേശം ഒരു കോമ സ്റ്റേജിൽ തന്നെ പറയാം. ഡോക്ടർ പറയും ആളുടെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ്, സാറിന് ഇനി പഴയ കണക്ക് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല, ഒരു കോമ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളെന്ന് പറയും. ഇത് കേൾക്കുന്ന ശ്രീകാന്തിന് വലിയ സന്തോഷമാണ്. പക്ഷേ പത്മത്തിനൊക്കെ ദീപ്തിക്കൊക്കെ വളരെ സങ്കടത്തിലാവുകയാണ്. എന്താണ് അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം ദീപ്തി ചോദിക്കുമ്പോൾ സാധാരണ അച്ഛൻ ഉറക്ക ഗുളിക കഴിക്കുമെന്ന് ചോദിക്കും. ഉറക്ക ഗുളിക അച്ഛൻ അങ്ങനെ ഉറക്ക ഗുളിക കഴിക്കാറില്ല എന്ന് പറയും. പത്മം പറയും അങ്ങനെ ചില സമയത്ത് മാത്രം ഉപയോഗിക്കാറുള്ളൂ എന്ന് പറയും. പക്ഷേ ഇത് ഹെവി ഡോസിലുള്ള സ്ലീപ്പിംഗ് പിൽസ് ഉള്ളിൽ ചെന്നിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് പറയും. സാധാരണ ഞാനാണ് മരുന്നെല്ലാം എടുത്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്, പക്ഷേ ഇതെങ്ങനെയാണെന്നറിയില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ദീപ്തിക്ക് ചെറിയ സംശയം ശ്രീകാന്തിൽ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്ത് പിടികൊടുക്കാത്ത രീതിയിൽ അയ്യോ എന്നാലും എൻ്റെ അച്ഛൻ എന്തോ പറ്റിയെന്ന രീതിയിൽ വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്തിൻ്റെ മനസ്സിൽ വിക്രത്തിനെ ഇനി ജയിലിൽ ഇറക്കാൻ എന്തായാലും അച്ഛൻ വരത്തില്ല, സ്വത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം സ്വന്തം മകൻ്റെ പേരിലോട്ടാക്കുകയാണ്. അതിനുശേഷം രാജേട്ടനും തോമസും കൂടി വിക്രത്തിനെ കാണാൻ ജയിലിൽ ചെല്ലുന്നുണ്ട്. ജയിലിൽ ചെല്ലുന്ന സമയത്ത് വേദയെക്കുറിച്ചൊക്കെ വിക്രം അന്വേഷിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ വേദയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ശങ്കരനാരായണൻ്റെ അവസ്ഥയെക്കുറിച്ചും രാജേട്ടൻ പറയുന്നുണ്ട്. എന്ത് പറ്റി രാജേട്ട വേദയുടെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ സാറിന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നാണ് കായെന്ന് പറയും. സ്ട്രോക്ക് അതെ, രാത്രിയിൽ അവിടെ ഉറങ്ങിയത് മാത്രമാണെന്ന് എല്ലാവരും പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് പുള്ളി ഒരു കോമ സ്റ്റേജിലായെന്ന് പറയും. പെട്ടെന്ന് എന്താ അമിതമായ തോതിൽ ഉറക്കഗുളിക കഴിച്ചെന്നാണ് അറിഞ്ഞതെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് മനസ്സിലാവും ഇതാ ശ്രീകാന്തായിരിക്കും, അവൻ എന്തെങ്കിലും അദ്ദേഹത്തെ ചെയ്യുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം എന്നെ സഹായിക്കാനായിട്ട് അദ്ദേഹം കോടതിയിൽ വരാനിരിക്കുമായിരുന്നു, അതിന് തടയാൻ വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനൊരു ദുഷ്ടകർമ്മം ചെയ്തതെന്ന് പറയും. അവൻ കാരണം എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ വേദ അവൻ കാരണം നാട് വിട്ടുപോയി, ഇപ്പോൾ അവൻ വേദയുടെ അച്ഛനെയും കൂടി അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് നല്ല ദേഷ്യമാവുകയാണ്. ആ സമയത്ത് രാജേട്ടനും തോമസും പറയും തൽക്കാലം നീ ദേഷ്യപ്പെടാതിരിക്കും എന്ന് പറയും. ശങ്കരൻ ഹോസ്പിറ്റലായ കാര്യം അറിയുന്ന മാഷും കമലമ്മയും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് ശങ്കരനാരായണനെ കാണുന്നുണ്ട്. പത്മത്തിൽ നിന്ന് എല്ലാ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ അവർ വേദയെക്കുറിച്ചൊക്കെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഈ സമയത്ത് വേദ മറ്റൊരു നാട്ടിലാണ്, ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി ഡൽഹിയിലാണ്. ആ സമയത്ത് വേദ അവിടെ തുടർപഠനം നടത്തുകയും കോച്ചിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നാട്ടിലുള്ള വേദയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വഴി നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അവർ പറയുന്നുണ്ട് വേദയുടെ അച്ഛൻ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നുണ്ട്. വിവരങ്ങളൊക്കെ ചോദിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, അമിതമായ തോതിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയും. അതിൽ നിന്ന് തന്നെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കാരണം അത് ശ്രീകാന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അയാൾ എന്തും ചെയ്യുമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ആ സുഹൃത്ത് വഴി തന്നെ വിക്രത്തിൻ്റെ കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഞാൻ പറയുന്ന ഒരു ആളെ ചെയ്ത് നിങ്ങൾ കാണണം, ഒരു അഡ്വക്കേറ്റിൻ്റെ പേരാണ് ചക്രപാണി. ആദ്യം നിങ്ങൾ
വിക്രത്തിനെ കാണാൻ വിക്രത്തിനെ ചെന്നിട്ട് ആദ്യം ഇടുക്കിയിൽ അന്ന് രാജാക്കാട് നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിക്കണം. ഞാൻ അൺകോൺഷ്യസ് ആവുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തുള്ളൂ. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്, ദർശൻ്റെ അച്ഛനെ വിക്രം കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വിക്രം ഒരിക്കലും ആരെയും കൊല്ലില്ല എന്നൊക്കെ വേദ ആ സുഹൃത്തിനോട് പറയുന്നുണ്ട്. എന്തായാലും വേദ പറയുന്നതനുസരിച്ച് ആ സുഹൃത്ത് പോയി വിക്രത്തെ കാണുന്നുണ്ട്. വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വേദ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ വേദയെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ വേദ എവിടെയാണെന്നുള്ള കാര്യം പറയത്തില്ല. പക്ഷേ അവർ സുരക്ഷിതയായിരിക്കുന്നു. വേദ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നതെന്ന് പറയും. അതിൽ നിന്ന് തന്നെ അന്ന് ഇടുക്കി രാജാക്കാട് നടന്ന സംഭവം വേദ അവസ്ഥയിൽ ആകുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അവൾക്ക് അറിയത്തുള്ളൂ. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ചന്ദ്രശേഖരനെ വെടിവെച്ച് കൊന്നത് ശ്രീകാന്താണ്. അതിന് കൂട്ടുനിന്നെയാണ് ആ സാബു, പോലീസ് ഉൾപ്പെടെ എല്ലാവരും. പോലീസുകാർ ഉൾപ്പെടെ എനിക്കെതിരെ തെളിവ് നിരത്തി. ഞാൻ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷേ അനിയൻകുട്ടനെ കൊന്നത് ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരനെ വകവരുത്തിയത് ശ്രീകാന്താണെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിലുള്ള തെളിവുകളൊന്നും എനിക്കില്ല. പക്ഷേ പോലീസുകാർ വന്നപ്പോൾ കണ്ടത് ഞാൻ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണെന്നൊക്കെ പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം ആ സുഹൃത്തിനോട് പറയും. വിക്രം പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ സുഹൃത്ത് നമ്മുടെ വേദയെ അറിയിക്കുകയാണ്. അതിനുശേഷം വേദ പറയുന്നുണ്ട്, ഞാൻ ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തരാം, ആ അഡ്വക്കേറ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറയും. അത് ചക്രപാണി സാറായിരുന്നു. വേദ മുമ്പ് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ചക്രപാണി സാറിൻ്റെ ഓഫീസിലായിരുന്നു. അങ്ങനെ അവിടെ പോയി ആ സാറിനെ കാണുന്നുണ്ട്. അങ്ങനെ പറയും, ഞാൻ വേദയുടെ സുഹൃത്താണെന്നും വേദ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഫയൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദർശനാണ് വിക്രത്തിനെതിരെ 6 വർഷം ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തത് എന്ന് പറയും. നിങ്ങൾ ദർശനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറയും. അങ്ങനെ വേദയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയും. നിങ്ങൾ കാര്യം ചെയ്യും, ദർശനെ കാണണം, ദർശനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം ദർശനെ കാണാൻ ചെല്ലുന്നുണ്ട്. ദർശൻ പറയുന്നുണ്ട്, വിക്രമാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്നും ഞാൻ ഒരിക്കലും അവനിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെന്നും അവനെയും വേദയും എന്ന് ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അവൻ എന്തിൻ്റെ പേരിലാണ് എൻ്റെ അച്ഛനെ വകവരുത്തിയത്, അവൻ ജയിൽ ശിക്ഷ വാങ്ങിച്ച് ഇനിയും അവന് ജയിൽ ശിക്ഷ വാങ്ങിച്ച് കൊടുക്കും എന്നൊക്കെ ആ സുഹൃത്തിനോട് ദർശൻ പറയുന്നത്. പക്ഷേ ദർശൻ സത്യം അറിയാതെയാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം തെളിവുകളെല്ലാം മാക്സിമം കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശ്രീകാന്തിന് എതിരെ അവരെ കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ വേദയും അതിനു വേണ്ടിയുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ച് വായിക്കുന്നുണ്ട്, കേസിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ആ സുഹൃത്തിൻ്റെയും ചക്രപാണി സാറിൻ്റെ എല്ലാം സഹായത്തോടു കൂടി തന്നെ ശ്രീകാന്തിന് എതിരെ എല്ലാ തെളിവുകളും അവർ കളക്ട് ചെയ്യുകയാണ്. പുളിക്കൻ്റെ മരണവും വരുണിൻ്റെ കൊലപാതകവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സാബുവിനെ പോലും ഇല്ലാതാക്കിയത് ശ്രീകാന്താണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നു. കാരണം വരുണിനെ കൊന്നത് സാബുവാണ്. സാബു ജീവിച്ചിരുന്ന തെളിവ് ഹാജരാക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്ന ശ്രീകാന്ത് സാബുവിനെ പോലും ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ കേസ് എത്തുകയാണ്. പക്ഷേ ശ്രീകാന്ത് ആലോചിക്കും, എന്താണ് ഇത്രയും പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ ഒരു അന്വേഷണം നടന്നതെന്ന്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വാസവൻ മന്ത്രിയെ ചുമതലയേൽക്കുന്നത്. അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നത് സ്വന്തം മകൻ്റെ കൊലപാതകമാണ് പുനരന്വേഷണം നടത്താൻ വേണ്ടി. അങ്ങനെ കേസ് കോടതി വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷയോട് പറയുന്നുണ്ട്, എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കാരണം എന്താ, എന്തിനാണ് ശ്രീയേട്ടൻ വിഷമിക്കുന്നത്, നമ്മുടെ കൂടെ ദർശനില്ലേ എന്ന് പറയും. അങ്ങനെ ദർശൻ ഇതൊന്നും അറിയത്തില്ല. ദർശൻ നമ്മുടെ വിക്രത്തിന് പ്രതികൂലമായിട്ടില്ല എപ്പോഴും നിൽക്കത്തുള്ളൂ. ഇപ്പോഴും ശ്രീകാന്ത് ന്യായമുള്ള ഭാഗത്ത് തന്നെയാണ് എന്നാണ് ദർശൻ്റെ വിചാരം. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ദർശന് വേണ്ടി ദീപ്തി വിവാഹാലോചന നടക്കുന്നത്. അച്ഛൻ കിടപ്പിലായതിനു ശേഷം റൂമിലോട്ട് ശ്രീകാന്ത് വരികയാണ്. അതിനുശേഷം ശ്രീകാന്ത് പറയും, അച്ഛന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അച്ഛന് പെട്ടെന്ന് ഇപ്പോൾ ആലോചിക്കും, എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നല്ല അച്ഛനെ ഇപ്പോൾ ആലോചിക്കുന്നത്. അച്ഛൻ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഞാനാണ്. അച്ഛൻ ഇനി ഒരുപാട് നാളിങ്ങനെ എഴുന്നേറ്റ് നടന്നാൽ എനിക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛനാ വിക്രത്തിനെ രക്ഷിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് അമ്മ അച്ഛന് കഴിക്കാൻ കൊണ്ടുവന്ന് കുടിക്കാനും കൊണ്ടുവന്ന വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് സ്ലിപ്പിംഗ് പിൽസ് കലക്കി അത് കഴിച്ച ശേഷം അച്ഛൻ ഈ ഒരു അവസ്ഥയിലായത്. പക്ഷേ ഇതെല്ലാം പറയുന്നതും എല്ലാം ശങ്കരന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ശങ്കരന് നാക്കെടുത്തോ കൈയെടുത്തോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു മനപ്രയാസത്തിലാണ്. അതിനുശേഷം തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കാൻ പുള്ളി ആദ്യം ചെയ്യുന്ന ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മുടെ ദീപ്തിക്ക് വേണ്ടി ദർശനെ വിവാഹം ആലോചിക്കുക എന്നുള്ളതാണ്. വേദയുടെ പേരിലുള്ള സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കാനാണ് ദർശന് വേണ്ടി ആദ്യം ചന്ദ്രശേഖരനും ശ്രീകാന്തും ചേർന്ന് വേദയെ വിവാഹം ആലോചിച്ചത്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദീപ്തിയെ വിവാഹം ആലോചിക്കാമെന്ന് വർഷയും ശ്രീകാന്തും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ദീപ്തിയെടുത്ത് പറയുന്നുണ്ട്, നീ ആ വരുണിനെ മറക്കണം, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അവൻ മരണപ്പെടുകയും ചെയ്തു, ഇനി അവനെ ഓർത്തതിൻ്റെ കാര്യം എന്താണ്, നിനക്കൊരു ജീവിതം വേണ്ടായോ, അതുകൊണ്ട് തന്നെ നീ ദർശന് വേണ്ടി നിന്നെ വിവാഹമാലോചിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയും. ദർശന് വേണ്ടി? അതെ, ദർശൻ ചേട്ടന് എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല,
വേദച്ചി ദർശൻ ചേട്ടൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് ചേട്ടൻ്റെ സ്ഥാനത്ത്, എനിക്കൊരിക്കലും അദ്ദേഹത്തെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അപ്പോഴേക്കും അമ്മയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ തീരുമാനിച്ചതാ, ഇനി അതേ നടപ്പിലാവും എന്ന് പറയും. എന്ത് കാര്യവും ശ്രീകേരൻ തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്ക് അച്ഛൻ്റെ അഭിപ്രായം അറിയാം. എടി സംസാരിക്കാൻ വയ്യാതെ കിടക്കുന്ന അച്ഛൻ നിൻ്റെ അടുത്ത് എന്ത് തീരുമാനം പറയാൻ? അച്ഛൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു നിൻ്റെയും ദർശൻ്റെയും വിവാഹം. ഇല്ല, ഇതൊരിക്കലും നടക്കത്തില്ലെന്ന് പറയും. നടന്നിരിക്കും. ഈ ശ്രീകാന്ത് ഒരു കാര്യം തീരുമാനിച്ചാൽ നടന്നിരിക്കും, ഞാൻ നടത്തിയിരിക്കുമെന്ന് തന്നെ പറയും. കാരണം അവിടെ ഇനി വേറെ ആർക്കും വോയിസ് ഇല്ല. കാരണം അച്ഛനും കൂടി തളർന്ന് കിടന്നപ്പോഴത്തേക്ക് തന്നെ പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ദർശൻ്റെ അടുത്ത് ഈ ഒരു ആലോചനയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ദർശനെ ഒരിക്കലും ദീപ്തി അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. എങ്കിലും ശ്രീകാന്തിൻ്റെ നിർബന്ധപ്രകാരം ദർശൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും ഒരു അനുകൂലമായ ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ് ദർശൻ. അതിനുശേഷം കേസ് കോടതിയിലെത്തുന്നുണ്ട്. കോടതിയിലെത്തുന്ന സമയത്ത് തന്നെ അവിടേക്ക് വേദ വരുന്നുണ്ട്. അങ്ങനെ കോടതി വാദത്തിൻ്റെ ഇടയിൽ വേദ വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും വേദ ജഡ്ജിൻ്റെ മുമ്പിൽ പറയുകയാണ്. നേരിട്ട് കൊലപാതകം കണ്ട് നമ്മുടെ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ വിക്രത്തിന് പ്രതികൂലമായിട്ടാണ് കേസിൽ മൊഴി നൽകിയിരിക്കുന്നതെന്നും അന്ന് സേതുവാണ് ചന്ദ്രശേഖരനെ ശ്രീകാന്ത് കൊല്ലുന്നു നേരിട്ട് കണ്ട സേതുവിനെ ആ സമയത്ത് കോർട്ടിലോട്ട് തോമസും രാജേട്ടനും ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ സേതു ഐ വിറ്റ്നസ്സാണ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, കടുത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് വിക്രം അറിയുന്നത് തനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് വേദ വന്നിരിക്കുന്നതെന്നൊന്നും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.